സ്റ്റുഡൻസ്, നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 10th സ്റ്റാൻഡേർഡ് മാത്സ് NCERT ടെക്സ്റ്റിലെ 8th ചാപ്റ്റർ ആയ ഇൻട്രൊഡക്ഷൻ ടു ട്രിഗ്നോമെട്രി എന്ന ചാപ്റ്ററിലെ 8.1-ലെ 8ാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് പഠിക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ വായിക്കണം. If 3 cot A is equal to 4, check whether 1 minus tan square A by 1 plus tan square A is equal to cos square A minus sin square A or not. അപ്പം ഇത് നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യനിൽ സിമിലർ ആണ് അല്ലേ, ചെറുതായിട്ട് അല്ലേ. നമുക്ക് ഇതുപോലത്തെ ഒരു ഫ്രാക്ഷണൽ ബേസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നേരത്തെ ചെയ്തത്. അപ്പം സെയിം അതേ പാറ്റേൺ, പക്ഷെ ഇത് നമ്മൾ അതിനു മുമ്പ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ്റെ ഒരു പാറ്റേൺ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് അടച്ചു നോക്കിയേ. 3 cot എന്തുവാ A ഇസ് ഈക്വൽ ടു 4 തന്നേക്കുവാണ്. ഇതിനകത്തുനിന്ന് കോട്ട എന്തുവാന്ന് കണ്ടുപിടിക്കാൻ പഠിച്ചായിരുന്നല്ലോ, ഓർക്കുന്നില്ലേ? ഇവിടെ ഇൻറ്റു ആണെങ്കിൽ 3 ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും? അപ്പൊ നമുക്ക് അത് കിട്ടി അല്ലെ. കോട്ട് A ഇസ് ഈക്വൽ ടു 4/3 നമുക്ക് പെട്ടെന്ന് കിട്ടി. ഇനി നമുക്ക് ബേസിക്കലി നമുക്ക് ട്രയാങ്കിൾ വരയ്ക്കാം അല്ലെ. നമുക്ക് ഒരു ആംഗിൾ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ട്രയാങ്കിൾ വരച്ചിട്ട് ബാക്കിയുള്ള ആംഗിൾസ് എല്ലാം കണ്ടുപിടിക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. കാരണം ഇവിടെ കോട്ടാണ് വന്നേക്കുന്നത്. ടാനിനകത്ത് തന്നെ കണ്ടുപിടിക്കാം അല്ലെ. ടാനിൻ്റെ ഇത് ചെയ്യാനായിട്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു ആംഗിളും കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. എന്നാലും നമുക്ക് വേണമെങ്കിൽ നമുക്ക് ട്രയാങ്കിൾ വരച്ചിട്ട് അല്ലെ, നമുക്ക് ബേസിക് നമ്മളെപ്പോഴും ചെയ്യുന്ന സ്റ്റെപ്പായിട്ട് വേണ്ടി ആയതുകൊണ്ട് നമ്മൾ ട്രയാങ്കിൾ വരയ്ക്കുന്നു. എ ആണ് അല്ലെ, കോട്ട് എ എന്ന് പറയുന്നതുകൊണ്ട് തന്നെ നമ്മൾ അല്ലെ 90 ഡിഗ്രി അല്ലാത്തൊരു ആംഗിൾ എ ആയിരിക്കണം. സോ ഇവിടെ എ ഞാൻ വരയ്ക്കുന്നു. സോ ഇവിടെ ബി ആയിരിക്കും, ഇവിടെ സി ആകാം. ഓക്കെ, എന്നിട്ട് ഞാൻ ഇവിടെ പറഞ്ഞേക്കുന്ന കോട്ട് എ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്തുവായിരുന്നു? adjacent by hypotenuse ബൈ ഓപ്പോസിറ്റ് അല്ലേ. ഇടും ഓക്കെ. അപ്പോൾ adjacent ബൈ ഓപ്പോസിറ്റ്. ഓക്കെ, അതാ പറഞ്ഞത്. എല്ലാ പ്രാവശ്യം നമ്മൾ റിപ്പീറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മൾ മറന്നു പോകും കേട്ടോ. അപ്പോൾ adjacent ബൈ ഓപ്പോസിറ്റ്. ഓക്കെ, ഇനി adjacent എത്രയാടാ? 4 ആണ്. സോ നമുക്ക് ഇത് എയുടെ ബേസിൽ നമുക്ക് എഴുതാമല്ലോ അല്ലേ. ഇവിടെ ബിയുടെ ഓപ്പോസിറ്റ് വരുന്നത് ഹൈപ്പോട്ടന്യൂസ്, ഇത് എയുടെ ഓപ്പോസിറ്റ് വരുന്നത് ഓപ്പോസിറ്റ്, ഇവിടെയാണ് adjacent വരുന്നത്. അങ്ങനെയാണെങ്കിൽ adjacent വരുന്നത് എത്രയാടാ? 4 ആണ്. സോ നമുക്ക് ഇവിടെ 4 ഇട്ട് കൊടുക്കാം. ഓപ്പോസിറ്റ് വരുന്നത് 3 ആണ്. ഇനി നമ്മുടെ ഫസ്റ്റ് ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിക്കാം. അപ്പം നമുക്ക് ഇപ്പം ഫസ്റ്റ് ഒരു പാർട്ടിൽ നമുക്ക് ചെക്ക് ചെയ്യേണ്ട എന്തുവാണ്? വെദർ കണ്ടോ, ഒരു സൈഡ് അത് ഈസ് ഈക്വൽ ടു അടുത്ത സൈഡ്. അപ്പം നമുക്ക് അത് എഴുതാം, ഡയറക്റ്റ് ആയിട്ട് ചെയ്യാം. കാരണം ലെഫ്റ്റ് സൈഡിൽ ടാൻ മാത്രമേ ഉള്ളൂ. ടാൻ നമുക്ക് ഇതിനകത്ത് നിന്ന് എടുക്കാൻ സിമ്പിൾ അല്ലേ. നമുക്ക് റേഷ്യോ ഒന്നും കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. എന്ന് വെച്ചാൽ ടാൻ എത്രയാ? ടാനെ നമുക്ക് ഇതിനകത്ത് നിന്ന് ഡയറക്റ്റ് എഴുതാമല്ലോ. ടാൻ ഈക്വൽ ടു എത്രയായിരിക്കും? ഓപ്പോസിറ്റ് ബൈ adjacent അല്ലേ. അപ്പം നമുക്ക് എന്തെഴുതാം? 3/4 ആണ് ടാനെ അല്ലേ. നമുക്കത് പെട്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് സിമ്പിളാണ്. ഇനി നമുക്ക് പൈതോറസ് തിയറം അപ്ലൈ ചെയ്യാം. എന്തായാലും ഹൈപ്പോട്ടന്യൂസും കൂടി കിട്ടണ്ടല്ലേ അല്ലേ. അപ്പോൾ പൈതോറസ് തിയറം, ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ അല്ലേ. അപ്പം ബേസ് എത്രയാടാ? നമുക്ക് 4 ആണ്. 4 സ്ക്വയർ പ്ലസ് എത്രയാ? 3 സ്ക്വയർ. ഇതൊക്കെ ഭയങ്കര സിമ്പിളാണ്. 4 സ്ക്വയർ എന്ന് എത്രയാ? 16 പ്ലസ് 3 സ്ക്വയർ 9 പ്ലസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 25 അല്ലേ. അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ആണ് 25. ഹൈപ്പോട്ടന്യൂസ് എത്രയാടാ? റൂട്ട് 25 അല്ലേ. റൂട്ട് ഓഫ് 25 എന്ന് വെച്ചാൽ 5 ആണ് അല്ല. ഇത് നമ്മൾ കുറേ പ്രാവശ്യം ചെയ്തതാണ് അല്ലേ. ഈ ഒരു സെയിം നമ്പർ വെച്ച് നമ്മൾ കുറേ പ്രാവശ്യം ചെയ്തു. അപ്പോഴത്തേക്ക് നമുക്ക് ഇത് അത്യാവശ്യം മനസ്സിലായിട്ടുണ്ട്. അപ്പം ഇതൊരു കണ്ടോ, ഈ നമ്പേഴ്സ് നോക്കിയേ. 3ഉം 4ഉം എന്ന് ഉറപ്പായിട്ടും 5 വരും. ഓക്കെ, ആ ഒരു ഇത് പഠിച്ചു വെച്ചേക്കുക. ഇങ്ങനത്തെ കുറച്ച് നമ്പേഴ്സ് വന്നു കഴിഞ്ഞാൽ സെയിം നമ്പേഴ്സ് ആ ഒരു പാറ്റേൺ ഫോളോ ചെയ്യും എപ്പോഴും. ഓക്കെ, അപ്പം നമുക്ക് എത്ര കിട്ടിയടാ? 5 കിട്ടി. ഇനി നമുക്ക് ബാക്കിയുള്ള റേഷ്യോസ് എല്ലാം സിമ്പിളായിട്ട് എഴുതാം. നമുക്ക് ഫസ്റ്റ് തന്നെ ഇപ്പം ഇവിടെ തന്നിരിക്കുന്നത് എന്തൊക്കെയാടാ? നമുക്ക് കണ്ടുപിടിക്കാനുള്ള എന്തുവാ? ടാൻ അല്ലേ. സോ നമുക്ക് അത് ആദ്യം ചെയ്യാം. അപ്പം നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഇങ്ങോട്ട് എഴുതാം. എന്തുവാടാ ഇവിടെ പറഞ്ഞേക്കുന്നത്? 1 മൈനസ് tan square A by 1 plus tan square A. കണ്ടോ, ഞാൻ പൈതഗോറസ് ചെയ്യാതെ തന്നെ അല്ല, ഈ തിയറം ചെയ്യാതെ തന്നെ നമുക്ക് ഈ ഒരു സംഭവം സോൾവ് ചെയ്യാം. നമുക്ക് ടാൻ്റെ ഒക്കെ വാല്യൂ ഇട്ട് കൊടുക്കാം. പക്ഷെ ഈസ് ഈക്വൽ ടു എന്തുവാ നമ്മൾ പ്രൂവ് ചെയ്യണ്ടേ? കോസ് സ്ക്വയർ എ മൈനസ് സൈൻ സ്ക്വയർ എ അല്ലെ. ഇതിന് നമുക്ക് എന്ത് ചെയ്യണം? പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യണം. കാരണം അല്ലെ കോസിന്റെ സൈൻ്റെ വാല്യൂ എന്തായാലും നമുക്ക് അല്ലെ നമുക്ക് ഹൈപ്പോട്ടന്യൂസ് വരുന്നുണ്ട്. അപ്പം നമുക്ക് ഇതിനെ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യിപ്പിക്കാം. നമ്മൾ ഈ സൈഡാണ് എടുക്കാൻ പോകുന്നത്. ഈ സൈഡ് ആദ്യം സോൾവ് ചെയ്തിട്ട് ഈ സൈഡിലെ ആൻസറും ഈ സൈഡിലെ ആൻസറും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. അപ്പം
ഇതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ഈ സൈഡ് എടുക്കുവാണ്. ഈ സൈഡ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ സിമ്പിളാണ് പ്രൂവ് ചെയ്യാനായിട്ട്. നോക്കിയേ, 1 മൈനസ് ടാൻ സ്ക്വയർ എ. ഇപ്പം എത്രയാണ് കിടക്കുന്നത്? 3/4 അല്ലേ? 3/4ൻ്റെ സ്ക്വയർ ചെയ്യണം. അപ്പം പിന്നെ ബൈ 1 പ്ലസ് 3/4ൻ്റെ സ്ക്വയർ. ഇത് സോൾവ് ചെയ്യാൻ സിമ്പിൾ അല്ലേ? നമുക്ക് ഇതിൻ്റെയൊക്കെ സ്ക്വയർ ഇട്ട് കൊടുക്കാം. ഇപ്പം 2 ഇത് രണ്ടെണ്ണത്തിനും പോകും അല്ലേ? അപ്പം എന്ത് വരും? 1 മൈനസ് 9/16/1 പ്ലസ് 9/16. സിമ്പിൾ അല്ലേ? ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ അടിയിലും 1 വരും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? 16 ഇങ്ങോട്ടും ഇൻറ്റു ചെയ്ത് കൊടുക്കണം. ഇതിനെ ഇങ്ങോട്ടും ഇൻറ്റു ചെയ്ത് കൊടുക്കണം. അപ്പം എത്ര കിട്ടും? 16/16 അല്ലേ? നമ്മൾ അങ്ങനെ ഒരു പാട്ട് പോലെ പാടിയായിരുന്നു. മൈനസ് 9/16/16/16 മൈനസ് പ്ലസ് 9/16 ഇസ് ഈക്വൽ ടു, നോക്കിയേ ഇത് രണ്ടും കൂടെ തമ്മിൽ മൈനസ് ചെയ്യാം. ഇപ്പം എത്ര കിട്ടും നമുക്ക്? 16 മൈനസ് 9 എത്രയാ? 7. 7/16 ഇതിനോട് പ്ലസ് ചെയ്ത് എത്ര കിട്ടും? 25/16. ഇനി ഞാൻ പറഞ്ഞു 16 ഡിനോമിനേറ്റർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് കട്ട് ചെയ്ത് കളയാം. അതിന്റെ കാര്യം ഞാൻ പറഞ്ഞു തന്നായിരുന്നു അല്ലേ? റെസിപ്രോക്കൽ എടുത്തിട്ട് ചെയ്യുന്നതാണ്. സോ നമുക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ കട്ട് ചെയ്ത് കളയാം. അത്രയും മാത്രം ആലോചിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഇവിടെ വന്നേക്കുന്നത് എന്തൊക്കെയാണ്? 7/25. ഇതാണ് നമുക്ക് ഈ ഒരു പാർട്ട് എന്ന് വെച്ചാൽ LHS എന്ന് വെച്ചാൽ എന്തുവാടാ? LHS ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. ഓക്കെ, എന്തുവാ? LHS ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. അപ്പൊ ഇനി നമ്മൾ എടുക്കാൻ പോണ എന്തുവാ? അപ്പം റൈറ്റ് ഹാൻഡ് സൈഡ് അല്ലേ? RHS. അപ്പം LHS നമുക്ക് കിട്ടിയ എത്രയാ? 7/25 കിട്ടി. ഇനി RHS നമുക്ക് കണ്ടുപിടിക്കാം. അപ്പം RHSുമായിട്ട് ഈക്വൽ ആണെങ്കിൽ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ ഓക്കെ ആയി. അല്ലെങ്കിൽ ഓർ നോട്ട് എന്ന് പറഞ്ഞ പാർട്ടിലേക്ക് വരും, അല്ലെങ്കിൽ എന്നുള്ള. അപ്പം നമുക്ക് RHS എടുക്കാം. കോസ് സ്ക്വയർ. അപ്പം കോസ് എടുക്കണമല്ലോ. കോസ് എത്രയാ? നമുക്ക് ഇവിടെ എഴുതാം. കോസ് എ എന്ന് പറയുന്നത് എത്രയാടാ? കോസ് എ എന്തുവാ? adjacent by hypotenuse. ഇനി അതുപോലെ തന്നെ സൈൻ എ എന്തുവാ? ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. പഠിച്ചു അല്ല? നമ്മൾ ഇങ്ങനെ പഠിച്ച് കയറി വരിക. ഓക്കെ, സെറ്റ് ആക്കുക. അപ്പോൾ അഡ്ജസന്റ് തന്നെ ഇവിടെ എത്രയാണ് കിടക്കുന്നത്? 4/5. സൈൻ എന്തുവാ? 3/5. സെറ്റ് അല്ലേ? അപ്പം ഇനി ഇത് അങ്ങ് ജസ്റ്റ് ഒന്ന് സോൾവ് ചെയ്ത് നോക്കിയാലോ? RHS എടുക്കുവാണ്. അപ്പം ഞാനിവിടെ RHS എടുക്കുവാണ്. RHS എങ്ങനെയാ? കോസ് സ്ക്വയർ വേണം അല്ലേ? സോ 4/5ന്റെ സ്ക്വയർ മൈനസ് ആണ്. മൈനസ് 3/5ന്റെ സ്ക്വയർ ചെയ്ത് നോക്കിയേ എത്ര കിട്ടും? 4ന്റെ സ്ക്വയർ 16/25 മൈനസ് 9/25 അല്ലേ? ഇവിടുത്തെ ഏകദേശം ഒരു ആൻസർ കിട്ടുന്നുണ്ട് ഇപ്പൊ തന്നെ അല്ലേ? എത്ര കിട്ടും? നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ 7 സെയിം ഡിനോമിനേറ്റർ 25 ഇട്ട് കൊടുക്കുക. ഇപ്പൊ നോക്കിയേ, ഇതും സെയിം ആൻസർ. അപ്പം നമുക്കിങ്ങനെ പറയാം LHS ഈസ് ഈക്വൽ ടു RHS. ഇവിടെയും 7/25 തന്നെ നമുക്ക് കിട്ടിയത്. അപ്പം രണ്ടും സെയിം ആയതുകൊണ്ട് ഇത്രേ ഉള്ളൂ. അപ്പം ഇത് ഞാനിപ്പോൾ അത്യാവശ്യം മിക്സാക്കി എഴുതിയേക്കുന്നത്. നല്ല നേരെ താഴത്തോട്ട് എഴുതുക. പിന്നെ നമ്മൾ ഇതിനകത്ത് ഇപ്പോൾ ഫിഗർ തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കൺസ്ട്രക്ട് ട്രയാങ്കിൾ ABC വെർ B ഈസ് ദ റൈറ്റ് ആംഗിൾ ആൻഡ് അന്ന് പറഞ്ഞിട്ട് നമ്മൾ സംഭവം സ്റ്റെപ്പ് എഴുതി അങ്ങ് പോയാൽ മതി. അത്രേ ഉള്ളൂ. അതൊരു എക്സ്ട്രാ സ്റ്റെപ്പ് ആഡ് ചെയ്യുക. പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് ചെറിയ ഇംഗ്ലീഷ് ആഡ് ചെയ്ത് കൊടുക്കുക. അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഭയങ്കര സിമ്പിളായിരുന്നു. നമ്മൾ ഇത്രയും നേരം ചെയ്തത് തന്നെയാണ്, റിപ്പീറ്റാണ് അല്ലേ? ഇനി ഒരു മെയിൻ കാര്യം പറയാം. നമ്മൾ ഈ ക്വസ്റ്റ്യൻ എല്ലാം ചെയ്തതിന് ശേഷം നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ, നമ്മൾ റിപ്പീറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാം. അപ്പം ഇതുപോലത്തെ തന്നെ വേറെ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ എല്ലാം ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്ത് പോവാണ്. എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.